ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞയിൽ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മല്ലികാമ്മയുടെ അടുക്ക ചിത്തിര പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും അച്ഛമ്മയുടെ പിറന്നാൾ ഞാൻ ആഘോഷിക്കും, അതിലൊരു സംശയവുമില്ലാന്ന്. പിന്നീട് ക്യാപ്റ്റൻ്റെ അടുക്ക ചെന്ന് ചിത്തിര പറയാട്ടോ ചെയ്യുന്നത്, ആ ഓർഡർലി ഇല്ലേ? അപ്പോൾ ഉടനെ ക്യാപ്റ്റൻ പറയുന്നത്, ആ ഉണ്ട് തങ്കമ്മ, എന്തു പറ്റിയും ചോദിക്കുന്നു. അവരുടെ ഷഷ്ടിപൂർത്തിയാണ് നാളെ, അതൊന്നും ആഘോഷിക്കണമായിരുന്നു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ക്യാപ്റ്റൻ നിന്ന് പൊട്ടിച്ചിരിക്കുകട്ടോ ചെയ്യുന്നത്. നീ എന്ത് തമാശയാണ് ഈ പറയുന്നത്? ഓർഡർലിയുടെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാനോ? അത് എവിടെയെങ്കിലും നടപ്പുള്ള കാര്യമാണോ എന്ന് ചോദിക്കുന്നു. അതെന്താ നടന്നാലെന്ന് ചിത്തിര ചോദിക്കാട്ടോ ചെയ്യുന്നത്. അവരിവിടുത്തെ ജോലിക്കാരിയാണ്, ജോലിക്കാരിയുടെ പിറന്നാളൊന്നും നമ്മൾ ആഘോഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അപ്പം ശംഖു പറയുന്നുണ്ട് കേട്ടോ, അതിനെന്താ ആ ചിത്തിര ആദ്യമായിട്ടൊരു ആവശ്യം പറഞ്ഞത് നീ അങ്ങ് സാധിച്ചു കൊടുക്കൂ രേണു എന്ന് പറയുന്നത്. എന്തോ ശംഖു ഈ പറയുന്നത്? ശംഖുവും തുടങ്ങിയോ ഇവളെ പോലെ? ശംഖുവാണ് ഇവളെ ചീത്തയാക്കുന്നത്. മിണ്ടാതിരുന്നോണം. ഇവിടുത്തെ സെർവൻറ്റിൻ്റെ പിറന്നാൾ ആഘോഷിക്കണം പോലും, അതൊന്നും ഞാനിവിടെ പഠിച്ചിട്ടൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ, ഇതൊന്നും സാധിച്ചു തരാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത് ക്യാപ്റ്റൻ. അപ്പോൾ ഉടനെ ചിത്തിര പറയുന്നുണ്ട്, അവരും മനുഷ്യരല്ലേ? അതേ മനുഷ്യരാണ് എന്ന് വെച്ചിട്ട് ഇത് ഇവിടെ നടക്കില്ല എന്ന് തീർത്ത് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും മല്ലികാമ്മ അങ്ങോട്ടേക്ക് പറയുന്നു, ആഹാ നീ വന്നല്ലോ, നീ ആയിരിക്കും ഇവളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടത് അല്ലേടി എന്നിങ്ങനെ ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ മല്ലികാമ്മ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ബർത്ത്ഡേ ആണെന്ന് മാത്രം പറഞ്ഞു, കൂടുതലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. നിനക്കിവിടെ ബർത്ത്ഡേ ആഘോഷിക്കണം കൂടി എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത് ക്യാപ്റ്റൻ. അപ്പോൾ ഉടനെ മല്ലികാമ്മ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്നും ആഘോഷിക്കണമെന്നില്ല, എൻ്റെ നില എന്താണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. കേട്ടല്ലോ അവർ പറഞ്ഞത്, അവർക്ക് അവരുടെ പിറന്നാൾ ഇവിടെ ആഘോഷിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നീ ആയിട്ട് ഇനി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് തലയിലോട്ട് കയറ്റാനായിട്ട് പോകണ്ട എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അവർക്കറിയാം അവരുടെ നില എന്താണെന്ന്, അതനുസരിച്ച് നിന്നാൽ മതി. ഇത് കൊള്ളാമല്ലോ, ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയാണ് നീ പറഞ്ഞു. ഞാൻ ഇന്ന് ഈ പ്രാവശ്യം കേട്ടതിലേക്ക് വെച്ച് ഏറ്റവും വലിയ തമാശ. ചിരിക്കാതിരിക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ പുച്ഛിച്ച് ചിരിക്കാട്ടോ ചെയ്യുന്നത്. തങ്കമ്മയുടെ പിറന്നാൾ ആഘോഷിക്കണം, ജോലിക്കാരുടെ പിറന്നാൾ ആഘോഷിക്കാറില്ല, ജോലിക്കാർക്ക് വേണമെങ്കിൽ മുതലാളിമാരുടെ പിറന്നാൾ ആഘോഷിക്കാം, അതേ ഇവിടെ നടപ്പുള്ളൂ എന്ന് പറയും. ഇമാതിരി കാര്യങ്ങളുമായിട്ട് എൻ്റെ അടുക്കലേക്ക് വരരുതെന്നും പറയുന്നു. പിന്നീട് മല്ലികാമ്മ ചിത്തിരയോട് കൈകൊണ്ട് കാണിക്കുന്നത്, എന്തിൻ്റെ ആവശ്യമായിരുന്നു, വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ. പിന്നീട് ചിത്തിരയും ഹരിയും കൂടെ ഇങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഹരി ചോദിക്കുന്നുണ്ട്, ഇനി എങ്ങനെ അച്ഛമ്മയുടെ പിറന്നാൾ ആഘോഷിക്കും? അവർ നടത്തണ്ടെന്ന് പറഞ്ഞില്ലേ ആ ക്യാപ്റ്റൻ എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ചിത്തിര പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അച്ഛമ്മയുടെ പിറന്നാൾ ആഘോഷിക്കും, അതിലൊരു സംശയവുമില്ല ഹരി എന്ന് പറഞ്ഞു. എങ്ങനെ നടക്കും? ക്യാപ്റ്റൻ സമ്മതിച്ചില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അവരുടെ സമ്മതം അതിനെ ആർക്ക് വേണം? ഞാൻ ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, എനിക്കൊരു ഉപകാരം ചെയ്യണം ഹരി എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിക്കുന്നത്, ഇത് കണ്ടോ, ഇതൊരു മാലയാണ്, ഇതെനിക്ക് ആ ക്യാപ്റ്റൻ തന്നതാണ് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്. ഇതെനിക്ക് കിട്ടിയപ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഇതെൻ്റെ കഴുത്തിൽ നിന്ന് ഊരിപ്പോണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഇതൊന്ന് വിൽക്കണം, ഇത് വിറ്റ് അച്ഛമ്മയ്ക്ക് ഒരു വള വാങ്ങണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത് വിൽക്കാനായിട്ട് ഓട്ടോ മാമനെയാണ് വിളിച്ചു വരുത്തേണ്ടതെന്നും ചിത്തിര പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരി പറയുന്നുണ്ട്, അതിനെന്താ, ഞാൻ വിളിച്ച് വരുത്താമല്ലോ, ചിത്തിരയുടെ അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് അച്ഛൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. നമ്മൾ കൊച്ചു കുട്ടികളല്ലേ, നമ്മൾ ജ്വല്ലറി പോയി ഇത് വിൽക്കാൻ നോക്കിയാൽ നടക്കില്ല. ഓട്ടോ മാമനും കൂടെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കാര്യം നടക്കും. അതിന് വേണ്ടിയിട്ട് ഓട്ടോ മാമനെ വിളിച്ച് വരുത്താനായിട്ട് പറഞ്ഞെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഹരി എൻ്റെ കൂടെ നിൽക്കില്ലേന്ന് ചോദിക്കുന്നു. പിന്നെന്താ, ചിത്തുവിൻ്റെ കൂടെ എന്ത് കാര്യത്തിനും ഞാൻ ഒപ്പം ഉണ്ടാകുമെന്ന് പറയുന്നു. അച്ഛനെ നമുക്ക് ഇപ്പം തന്നെ വിളിച്ച് വരുത്തിയിട്ട് നമുക്ക് ഈ കാര്യം ഇപ്പം തന്നെ ചെയ്യാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴാണ് ചിത്തിര പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് ജ്വല്ലറിയിലേക്ക് പോകാം, ആദ്യം നമുക്ക് അച്ഛമ്മയ്ക്ക് വേണ്ടി ഒരു വള മേടിക്കാം. അച്ഛമ്മ എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ തന്നിട്ടുണ്ട് എൻ്റെ പിറന്നാളിന്. അച്ഛമ്മയുടെ കയ്യിൽ ഒരുപാട് സ്വർണവും വളകളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം വിറ്റു, എല്ലാം എനിക്ക് വേണ്ടിയിട്ട് അച്ഛമ്മ ചെയ്തത്. അപ്പം എനിക്ക് എന്തെങ്കിലും അച്ഛമ്മയ്ക്ക് തിരിച്ചു കൊടുക്കണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാല വിറ്റ് ഒരു വള ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അത് അച്ഛമ്മയ്ക്ക് വലിയൊരു സർപ്രൈസുമായിരിക്കും. അങ്ങനെ ഒരു സമ്മാനം ഞാൻ അച്ഛമ്മയ്ക്ക് കൊടുക്കുമെന്ന് അച്ഛമ്മ ഒട്ടും പ്രതീക്ഷിക്കുന്നുമില്ലായിരിക്കും എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അച്ഛമ്മയ്ക്ക് വേണ്ടി അത്രയെങ്കിലും എനിക്ക് ചെയ്യണമെന്നും ചിത്തിര പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ ഹരി പറയുന്നുണ്ട്, എന്താ ചിത്തിരയ്ക്ക് അച്ഛമ്മയോടുള്ള സ്നേഹം? അപ്പോൾ ഉടനെ തന്നെ ചിത്തിര പറയാട്ടോ ചെയ്യുന്നത്, എന്നെ ഇത്രയും നാൾ നോക്കി വളർത്തിയത് അച്ഛമ്മയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അച്ഛമ്മയോട് തീർത്താ തീരാത്ത കടപ്പാടും സ്നേഹമാണ് ഉള്ളതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എനിക്ക് അച്ഛമ്മയാണ് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഹരി പറഞ്ഞു, പിന്നെന്താ, നമുക്ക് അച്ഛമ്മയുടെ പിറന്നാൾ അടിച്ചു പൊളിച്ചേക്കാമെന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ നേരെ പോകുന്നത് ഒരു ജ്വല്ലറിയിലേക്കാണ്. അപ്പം മഹേഷും എത്തുന്നുണ്ട് കേട്ടോ, ഒരു വള വേണമെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ വളയെല്ലാം എടുത്തു വെച്ച് ജ്വല്ലറിക്കാരൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിത്തിര ഒരെണ്ണം സെലക്ട് ചെയ്തു, ഇത് കൊള്ളാമോ എന്ന് മഹേഷിനോട്
ചോദിക്കുന്നു. ഇത് കൊള്ളാമെന്ന് മഹേഷ് പറയാട്ടോ ചെയ്യുന്നത്. എന്നാൽ പിന്നെ ഇത് തന്നെ എടുക്കാമെന്നും ചിത്തിര പറയാട്ടോ ചെയ്യുന്നത്. പിന്നില്ലേ ഇതുപോലത്തെ തന്നെ എന്നിട്ടൊരു ആ മാല എടുത്ത് കൊടുക്കുന്നുണ്ട്. ഈ മാല മാറിയിട്ട് അതേ തൂക്കത്തിലുള്ള വള തന്നെ മതിയെന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലത്തെ തന്നെ ഈ മാല പോലത്തെ തന്നെ ഒരു വരവിൻ്റെ മാലയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ആ ജ്വല്ലറിക്കാരൻ പറയുന്നുണ്ട്, വരവ് മാല ഇവിടെ കിട്ടില്ല, അപ്പുറത്തെ കടയിലേ കിട്ടത്തുള്ളൂ, ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവിടെ പോയാൽ മതി, ഇതുപോലത്തെ തന്നെ കിട്ടുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മഹേഷ് ആ മാലയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ മാല അയാൾക്ക് കൊടുക്കുന്നു. അങ്ങനെ വളയുടെ തൂക്കമൊക്കെ നോക്കുന്നു. അങ്ങനെ മാല കൊടുത്ത് വള വാങ്ങുക കേട്ടോ ചെയ്യുന്നത്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഗംഭീരമായിട്ട് ചേച്ചിയുടെ പിറന്നാൾ ആഘോഷിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ ചിത്തിര പറയുന്നുണ്ട്, മോട്ടോമാമ അതൊന്നും വേണ്ട, ഇത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. ക്യാപ്റ്റൻ എങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ അച്ഛമ്മയെ അവിടുന്ന് അടിച്ച് പുറത്താക്കും. അല്ലേ തന്നെ അവർക്ക് കുറേ സംശയങ്ങളുണ്ട്. ഞാൻ എന്തിനാണ് ഇത്രയ്ക്ക് സ്നേഹം അച്ചമ്മയോട് കാണിക്കുന്നതെന്നും മറ്റും. അവരെങ്ങാനും സത്യം കണ്ടുപിടിച്ചാലുണ്ടല്ലോ അച്ചമ്മയ്ക്ക് അവിടെ നിലനിൽപ്പില്ല എന്ന് പറയുക ചെയ്യുന്നത്. എന്നാലും ഷാജിയൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാമായിരുന്നില്ലെന്ന് പറഞ്ഞു. അതൊന്നും ഇപ്പോൾ വേണ്ട ഓട്ടോമാമ, പിന്നീട് ഒരു അവസരത്തിലാകാമെന്ന് ചിത്തിര പറയുന്നു. അങ്ങനെ വളയെല്ലാം വാങ്ങിക്കാട്ടോ ചെയ്യുന്നത് അവർ. അങ്ങനെ മല്ലികാമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കിടിലൻ സമ്മാനം തന്നെയാണ് കേട്ടോ ചിത്തിര വാങ്ങിച്ചു വെക്കുന്നത്. പിന്നീട് മല്ലികാമ്മയുടെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട് ചിത്തിര. അപ്പോൾ എന്തിനിപ്പം ഇങ്ങോട്ട് വന്നേ, അച്ചമ്മയെന്ന് വിളിച്ചോണ്ടോ ചിത്തിര പറയുന്നത്. നീ ഉറങ്ങിയില്ലായിരുന്നു ചോദിക്കുന്നു. ഇല്ല, ഞാൻ അച്ചമ്മയെ കാണാൻ വേണ്ടിയിട്ട് വന്നത്. നാളെ അച്ചമ്മയുടെ പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കുമെന്ന് പറയുന്നു. അയ്യോ എന്നെ ക്യാപ്റ്റൻ സമ്മതിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ ആഘോഷിക്കും? എനിക്കൊരു ആഘോഷം വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്ന് പറയാട്ടോ ചെയ്യുന്ന മല്ലികാമ്മ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? എനിക്ക് എൻ്റെ സന്തോഷം നോക്കണ്ടേ? എൻ്റെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷിക്കണം. ഓട്ടോമാമനും ഹരിയൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി. നാളെ നമ്മൾ പുറത്തു പോകും, ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് നല്ല രീതിയിലൊരു സദ്യ കഴിക്കും. അങ്ങനെ അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുമെന്നു. ആ ക്യാപ്റ്റൻ എങ്ങാനും അറിഞ്ഞാലത്തെ അവസ്ഥ എന്താന്ന് നിനക്ക് അറിയാലോ? ആരും അറിയാനായിട്ട് പോകുന്നില്ല, ഞാനല്ലേ പറയുന്നത്. അച്ചമ്മ ഒരു തരത്തിലും പേടിക്കേണ്ട എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ആഘോഷിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ ആഘോഷിക്കുക തന്നെ ചെയ്യും. അവിടെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരെയും കണ്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണല്ലോ എന്ന് മല്ലികാമ്മ ചോദിക്കാട്ടോ ചെയ്യുന്നത്. അതെ, ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എൻ്റെ അച്ചമ്മയ്ക്ക് വേണ്ടി അത്രയെങ്കിലും ഞാൻ ചെയ്യേണ്ടതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ചിത്തിര പറഞ്ഞ നാളെ ഞാനൊരു സമ്മാനവും കരുതി വെച്ചിട്ടുണ്ട്. എന്ത് സമ്മാനമാണ് കരുതി വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാട്ടോ ചെയ്യുന്നത് ചിത്തിരയോട് മല്ലികാമ്മ. അപ്പോൾ എന്നിട്ട് മല്ലികാമ്മ പറയുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് സമ്മാനമൊന്നും വേണ്ട, എന്നെ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മ തന്നാൽ മാത്രം മതി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതിനിപ്പോൾ അത്രയ്ക്ക് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നാളെ വരെ കാത്തിരിക്കേണ്ടതുമില്ല, ഞാൻ ഇപ്പം തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാമെന്നും ചിത്തിര പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മല്ലികാമ്മയ്ക്ക് ഒരു വളയൊക്കെ മേടിച്ച് സർപ്രൈസായിട്ടത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുത്ത് ഇരിക്കുക കേട്ടോ ചെയ്യുന്നത് ചിത്തിര. എന്നിട്ട് പറയുന്നുണ്ട്, ആരും ഇത് അറിയാനായിട്ട് പോകുന്നില്ല, ക്യാപ്റ്റൻ അല്ലേലേ ഒരു മണ്ടിയാ, ക്യാപ്റ്റനെ നമുക്ക് പറ്റിക്കാനൊക്കെ സാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴുത്തിൽ വരവുമാല ഇട്ടുകൊണ്ടാണ് ഇനി പറ്റിക്കാനായിട്ട് പോകുന്നത്. ക്യാപ്റ്റൻ ഇത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മല്ലികാമ്മയുടെ അവിടുത്തെ ജീവിതം ഇതോടുകൂടി തീരും. ഈ പിറന്നാളോട് കൂടി തന്നെ അവിടുന്ന് അടിച്ചിറക്കും കേട്ടോ. പിന്നീട് മല്ലികാമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ചിത്തിര. കാരണം അത്രയും സമയമൊന്നും വേണ്ട എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനെന്ന് പറയുന്നുണ്ടല്ലോ. ഇതല്ല സമ്മാനം, ഇതിലും വലുതാണ്, ഇതിലേക്കും മേലെയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മല്ലികാമ്മയും ചിത്തിരയും തമ്മിലുള്ള നല്ലൊരു സന്ദർഭങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നീട് ചിത്തിര നോക്കുമ്പോഴത്തേക്കും കരോളുകാർ വരുന്നതായിട്ട് കാണിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്മസ് ആണല്ലോ, ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടാണ് അതെല്ലാം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പം അതിനുശേഷം അപ്പോൾ ചിത്തിര അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് ആ കരോളുകാരുടെ പുറകെ ചിത്തിര ഇറങ്ങിപ്പോകണം. എങ്ങനെ പുറത്തിറങ്ങിയെന്നൊന്നും അറിയില്ല. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ചിത്തിര ഇപ്പോൾ റോഡിലാട്ടോ നിൽക്കുന്നത്. കുറച്ച് സമ്മാനങ്ങളുമുണ്ട്. അപ്പോൾ ഒരാൾ അതിലും വഴി വരുമ്പോഴത്തേക്കും ചിത്തിര ചോദിക്കുന്നുണ്ട്, ക്രിസ്മസ് കരോളുകാർ എങ്ങോട്ടാ അങ്കിളെ പോയത് കണ്ടായിരുന്നു ചോദിക്കുന്നു. ഈ വഴിയാണ് പോയതെന്ന് അയാൾ പറയാട്ടോ ചെയ്യുന്നത്. ഞാൻ അവരെ തപ്പി ഇറങ്ങിയതാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. പണ്ട് ഞങ്ങൾ അവിട്ടാശ്ശേരിയിലെ പഴയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ കരോളുകാർ വരുമായിരുന്നു. അപ്പോൾ ഞാൻ ക്രിസ്മസ് പപ്പയുടെ വേഷത്തിൽ അവരോടൊപ്പം കൂടുമായിരുന്നു എന്ന് പറയാട്ടോ ചെയ്യുന്നത്. മോളെ, അതുപോലെയല്ല ഈ നാട്, ഇത് കുറച്ച് മോശപ്പെട്ട സ്ഥലമാണെന്നും അതുകൊണ്ട് രാത്രിയിൽ ഒറ്റയ്ക്ക് ഇറങ്ങുന്നത് സൂക്ഷിച്ചു വേണമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അങ്കിളെന്നും പറഞ്ഞ് ചിത്തിര മുമ്പോട്ട് നടന്നിട്ട് പിന്നീട് വീണ്ടും തിരിഞ്ഞു നോക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അയാളോടൊരു ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെയും മുമ്പോട്ട് പോകുന്നു. ആരോ തന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് ചിത്തിരയ്ക്ക് തോന്നുന്നു. വീണ്ടും തിരിഞ്ഞു നോക്കുന്നു. അപ്പോഴാണ് അയാൾ അങ്ങോട്ടേക്ക് രംഗപ്രവേശനം നടത്തുന്നത്. വേറെ ആരുമല്ല കേട്ടോ, കുട്ടപ്പായിയാണ് കേട്ടോ എത്തുന്നത്. ഡി എന്നും പറഞ്ഞുകൊണ്ടാട്ടോ വരുന്നത്. അപ്പോൾ ചിത്തിര ഇങ്ങനെ നോക്കുന്നുണ്ട്. നിനക്ക് എന്നെ മനസ്സിലായോ അതോ മറന്നുപോയോ എന്ന് കുട്ടപ്പായി ചോദിക്കുന്നു. അപ്പോൾ ഉടനെ ചിത്തിര പറയുന്നു, കുട്ടപ്പായി പിന്നെ എനിക്ക് മറക്കാനായിട്ട് സാധിക്കുമോ? ചട്ടുകം ചൂടാക്കി എൻ്റെ കാലിൽ പൊള്ളിച്ച ആളല്ലേ, അത് പെട്ടെന്നൊന്നും മറക്കാനായിട്ട് സാധിക്കുന്ന കാര്യമില്ല. അപ്പം നീ മറന്നു പോയിട്ടില്ല. അതിന് ശിക്ഷയും നീയും നിൻ്റെ അച്ഛമ്മയും കൂടെ എനിക്ക് തന്നു. എന്നെ തല്ലി അവശനാക്കുകയും അതിനുശേഷം പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും ഇപ്പോൾ കോടതിയും ജയിലുമൊക്കെ
ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് രാവിലെ ജാമ്യത്തിൽ ഇറങ്ങിയതേ ഉള്ളൂ. ജാമ്യത്തിൽ ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ പോയത് സാധനത്തിലേക്കാണ് നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നീ അവിടുന്ന് രക്ഷപ്പെട്ടു പോയെന്ന്. ഏതോ ഒരു ക്യാപ്റ്റൻ നിന്നെ ദത്തെടുത്തു എന്ന്. അതുകൊണ്ട് തന്നെയാടി ഞാൻ ദേ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചിത്തിര പറയുന്നുണ്ട്, കുട്ടപ്പായി ചെയ്ത ദ്രോഹമുണ്ടല്ലോ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തതാണ്. ഒരാളോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കുട്ടപ്പായി ചെയ്തത്. പോരാത്തിന് ഞാനൊരു കൊച്ചു കുട്ടിയാണെന്ന് പോലും നിങ്ങൾ ഓർക്കാതെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണ് ഈ ഓർക്കുന്നത്? ആ ചെയ്തതിൽ കുട്ടപ്പായിക്ക് ഒരു കുറ്റബോധവും ഇല്ലെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത് ചിത്തിര. അപ്പോൾ ഉടനെ തന്നെ കുട്ടപ്പായി പറഞ്ഞു, എനിക്കൊരു കുറ്റബോധവും ഇല്ല. നീ എന്നോട് ചെയ്തതിന് ഞാൻ തിരിച്ച് ചെയ്താന്ന് നീ കരുതിയാൽ മതി. ഇനി വരുന്നത് ക്രിസ്മസ് അല്ലേ കുട്ടപ്പായി? ക്രിസ്മസിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞൂടെ? എന്താണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നല്ലേ ക്രിസ്തുദേവൻ പറഞ്ഞിട്ടുള്ളത്? പണ്ട് പട്ടാളക്കാര് തന്നെ വെടിവെച്ച് കൊല്ലാനായിട്ട് വന്നപ്പോഴത്തേക്കും ജോസഫും മറിയവും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് ഒരു കാലിത്തൊഴുത്തിലാണ് ക്രിസ്തുദേവന് ജന്മം നൽകിയത്. അപ്പോൾ ആകാശത്ത് വാൽ നക്ഷത്രങ്ങൾ ഉദിച്ചു. അപ്പോൾ എന്താണ് പറഞ്ഞത്? ദൈവദൂതൻ പിറന്നു എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയുള്ള ആ ഒരു രാവല്ലേ വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാം ക്ഷമിക്കുക, അതുപോലെ എല്ലാം മറക്കാനും ശ്രമിക്കുക, എന്നിട്ടൊരു നല്ല മനുഷ്യനായിട്ട് മാറാനായിട്ട് നോക്കുന്നൊക്കെ ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ പറയാട്ടോ ചെയ്യുന്ന ചിത്തിര കുട്ടപ്പായോട്. എനിക്കൊന്നും ക്ഷമിക്കാനും പറ്റത്തില്ല, ഞാൻ മാറാനും പോകുന്നില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ പറയല്ലേ കുട്ടപ്പായി. ക്രൈസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ അവസാനം ക്രൈസ്റ്റിനെ കുരിശിലേറ്റുമ്പോഴും ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ എന്നും ഈ പാപികളോട് ക്ഷമിക്കണമെന്നുമല്ലേ പ്രാർത്ഥിച്ചത്? അതുപോലെ തന്നെ ഞാൻ കുട്ടപ്പായോട് ക്ഷമിച്ചിരിക്കുന്നു. കുട്ടപ്പായും എന്നോടങ്ങ് ക്ഷമിക്കുക. ഈ നല്ലൊരു അവസരത്തിൽ എല്ലാം മറന്ന് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാമെന്നുമൊക്കെ ചിത്തിര പറയുന്നു. നിന്റെ സുവിശേഷം കേൾക്കുന്നതിന് വേണ്ടിയിട്ടല്ലടി ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ പറയുന്ന ഇതൊന്നും കേട്ട് എന്നെ മയക്കാമെന്നും അല്ലെങ്കിൽ ഞാൻ ഇതിൽ മയങ്ങിപ്പോകുമെന്നൊന്നും നീ വിചാരിക്കേണ്ടടി. ഞാൻ വന്നത് നിനക്കിട്ട് പണി തരാനാണെങ്കിൽ പണി തന്നിട്ട് തന്നെ ഞാൻ പോകത്തുള്ളൂ എന്നൊക്കെ കുട്ടപ്പായി ചിത്തിരയോട് പറയാട്ടോ ചെയ്തത്. നീ എന്താ വിചാരിച്ചത്? ഇത് നിന്റെ വായിലിരിക്കുന്ന ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ഞാനങ്ങ് മാനസാന്തരപ്പെട്ടങ്ങ് പോകുമെന്നോ? ഞാൻ മാനസാന്തരപ്പെടാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. അതൊക്കെ കുട്ടപ്പായിയുടെ ഇഷ്ടമെന്നും എനിക്ക് ഇവിടെ നിന്നിട്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്നും അതുകൊണ്ട് ഞാൻ ദേ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ചിത്തിര കുട്ടപ്പായുടെ മുമ്പിൽ നിന്ന് നടന്ന് നീങ്ങാനായിട്ട് തുടങ്ങുക കേട്ടോ ചെയ്യുന്നത്. കുട്ടപ്പായി ആണെങ്കിൽ ഡി എന്നും വിളിച്ചുകൊണ്ട് വീണ്ടും പിറകിലേക്ക് ചെല്ലുക കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ചിത്തിര ഇപ്പോൾ ഈ രാത്രിയിൽ ആരോടും പറയാതെ, മല്ലികാമ്മയോട് പോലും പറയാതെ പുറത്തിറങ്ങിയത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതും ചിത്തിരയുടെ ഇനി സ്വപ്നമാണോ എന്ന് പോലും അറിയില്ല. എന്തായാലും കുട്ടപ്പായി ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ കുട്ടപ്പായിയുടെ ഒരു അടവ് നടക്കാനും പോകുന്നില്ല കേട്ടോ. ഉറപ്പായിട്ടും മല്ലികാമ്മയുടെ ഒരു കണ്ണ് ചിത്തിരയുടെ മേലുള്ളത് കൊണ്ട് തന്നെ മല്ലികാമ്മ പെട്ടെന്ന് ചാടി എണീറ്റ് അങ്ങോട്ടേക്ക് വരികയും കുട്ടപ്പായെ തല്ലി ശരിപ്പെടുത്തുകയും ചെയ്യും കേട്ടോ. അങ്ങനെ കുട്ടപ്പായ്ക്ക് കിട്ടേണ്ടത് വീണ്ടും മല്ലികാമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടും. പക്ഷേ ചിത്തിരയാണെങ്കിൽ ക്യാപ്റ്റൻ കൊടുത്ത മാലയും വിറ്റ് ഒരു വളയും വാങ്ങി വെച്ചിരിക്കുകയാണ് മല്ലികാമ്മയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കാനായിട്ട്. ഇനി ക്യാപ്റ്റൻ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ മല്ലികാമ്മയുടെ അവിടെയുള്ള ജീവിതം ദുസ്സഹമായി തീരുകയും ചെയ്യും. അങ്ങനെ ചിത്തിര പോകാൻ നേരം വീണ്ടും പിറകെ ചെന്ന് കുട്ടപ്പായി പിടികൂടുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം.